രാഹുൽ ഗാന്ധി മുതൽ റോബർട്ട് വാദ്ര വരെ ആരാകും സ്ഥാനാർത്ഥി? അഭ്യൂഹങ്ങളും സസ്പെൻസും നിലനിർത്തിക്കൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലം അമേഠിയാണ്. ഒടുവിൽ പ്രഖ്യാപനം വന്നു. 1/4 നൂറ്റാണ്ടിന് ശേഷം നെഹ്റു കുടുംബത്തിന് പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥി. അമേഠിയിൽ കോൺഗ്രസിന്റെ തേര് തെളിക്കാൻ കിഷോരിലാൽ ശർമ്മ. ആരാണ് കിഷോരിലാൽ ശർമ്മ? അമേഠിയിലും റായ്ബറേലിയിലും കോൺഗ്രസിനും നെഹ്റു കുടുംബത്തിനും ഒരു മാനേജറുണ്ട്. രണ്ടിടത്തും നെഹ്റു കുടുംബം കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അയാളാണ്. നേതാവിനും നാട്ടുകാർക്കുമിടയിലെ പാലം. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടോളമായി ഈ മാനേജർ പോസ്റ്റിലുള്ളത് KL എന്ന UP കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മയാണ്. ചോട്ട കാര്യകർത്തയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കിഷോരിലാൽ ശർമ്മ പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അത്ര ചെറിയ പുള്ളിയല്ല. നെഹ്റു കുടുംബത്തിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന അമേഠി തിരിച്ചുപിടിച്ച KL ശർമ്മ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിന് പുറത്ത് തികച്ചും അപരിചിതനാണ്. പഞ്ചാബിലെ ലുധിയാന സ്വദേശിയായ ശർമ്മ 40 വർഷം മുൻപാണ് UPയിലെത്തുന്നത്. യൂത്ത് കോൺഗ്രസിലായിരിക്കെ രാജീവ് ഗാന്ധി ഒപ്പം കൂട്ടിയ KL ശർമ്മ പിന്നീട് അമേഠിയിൽ അദ്ദേഹത്തിന്റെ മാനേജറായി. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം 1999-ലും 2004-ലും സോണിയാഗാന്ധിയെ ലോക്സഭയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. സോണിയ റായ്ബറേലിയിലേക്ക് മാറിയപ്പോൾ ശർമ്മയും ഒപ്പം പോയി. കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയ ഡൽഹിയിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നത് റായ്ബറേലി KL എന്ന വിശ്വസ്തന്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്ന വിശ്വാസത്തിലായിരുന്നു. ഒടുവിൽ പഴയ കോട്ട തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും സോണിയയും ഏൽപ്പിച്ചതും ആ വിശ്വസ്തനായ ലെഫ്റ്റനന്റിനെ തന്നെ. കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായിരുന്ന അമേഠിയിലെ രാഹുലിന്റെ തോൽവിയിൽ ഏറെ പഴി കേൾക്കേണ്ടി വന്നയാളാണ് ശർമ്മ. പക്ഷെ 40 വർഷമായി പാർലമെന്ററി മോഹങ്ങളൊന്നുമില്ലാതെ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട ശർമ്മ നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും ഇന്നും വിശ്വസ്തൻ തന്നെ. റോബർട്ട് വാദ്ര അടക്കം അമേഠി സീറ്റിനായി മോഹിച്ചപ്പോഴും കിഷോരിലാലിന് നറുക്കു വീണത് ഈ കാരണത്താലാണ്. നെഹ്റു കുടുംബത്തിന്റെ പരിചാരകനെന്ന് BJP പരിഹസിച്ചപ്പോൾ താൻ വേലക്കാരനല്ല അടിയുറച്ച കോൺഗ്രസുകാരനാണെന്ന് പറഞ്ഞ KL ശർമ്മ ഇന്ന് സ്മൃതി ഇറാനിയെ തകർത്ത് കോൺഗ്രസ് കോട്ട തിരിച്ചുപിടിച്ചു. ഇന്ന് ഓരോ കോൺഗ്രസുകാരനും ആവേശമാണ് ഈ ചോട്ട കാര്യകർത്ത.